നമസ്കാരം, ഞാൻ ഡോക്ടർ ബിസ്മിതാസ് ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് സ്വപ്നസ്ഖലനം എന്ന അസുഖത്തെക്കുറിച്ചാണ്. സ്വപ്നസ്ഖലനത്തെ ഇംഗ്ലീഷിൽ വെറ്റ് ഡ്രീം അല്ലെങ്കിൽ നോക്ടേണൽ എമിഷൻ എന്നാണ് പറയുന്നത്. പല പുരുഷന്മാരും പറയാൻ മടിക്കുന്ന ഒരു രോഗമാണിത്. യാതൊരു തരത്തിലുള്ള ബാഹ്യപ്രേരണ കൂടാതെയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെയും സംഭവിക്കുന്ന ഇജാക്കുലേഷനെയാണ് സ്വപ്നസ്ഖലനം എന്ന് പറയുന്നത്. ഇതിന്റെ പേര് പോലെ തന്നെ സ്വപ്നസ്ഖലനം എന്ന് പറയുമ്പോൾ പലരും സ്വപ്നം കണ്ടാൽ മാത്രമാണോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിക്കാറുണ്ട്. എന്നാൽ സ്വപ്നം കണ്ടും കാണാതെയും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഒരു മാർഗത്തിലൂടെയും ഇജാക്കുലേഷൻ സംഭവിക്കാത്ത ഒരു വ്യക്തിക്ക് മാസത്തിൽ 2-3 തവണ ഇപ്രകാരം സംഭവിച്ചു കഴിഞ്ഞാൽ ശാരീരികമായ ഒരു അസുഖമായി ഇതിനെ കണക്കാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ 3 തവണയിൽ കൂടുതലായാൽ ശരീരത്തിന് ഇത് കാരണം ക്ഷീണമുണ്ടായി തുടങ്ങുന്നു. കൃമിശല്യം, മലബന്ധം, അമിതമായ സെക്ഷൽ ആക്ടിവിറ്റി, പ്രോപ്പർ ആയിട്ടുള്ള ഇജാക്കുലേഷൻ നടക്കാതിരിക്കുക, ഈ പറഞ്ഞതെല്ലാം ഇതിന് കാരണങ്ങളാണ്. സ്വപ്നസ്ഖലനം എന്ന് പറയുന്നത് ഒരിക്കലും പേടിക്കേണ്ട ഒരു രോഗമല്ല. നിങ്ങൾക്ക് എത്രയും വേഗം ട്രീറ്റ്മെന്റ് എടുത്ത് മാറ്റാവുന്ന ഒരു രോഗമാണ്. എന്നാൽ ഇത് പുറത്തു പറയാൻ മടിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയും കൂടുതൽ കാലം ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരികയും ചെയ്യുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് സ്വപ്നസ്ഖലനം അഥവാ വെറ്റ് ഡ്രീം എന്ന് പറയുന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങളും അതെങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങളുമാണ്. ഇനി ഇതിന്റെ ചികിത്സാ വിധിയെക്കുറിച്ച് അറിയാം. സിദ്ധ ആയുർവേദ വിധിപ്രകാരം ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ചികിത്സകൾ ഇതിനു വേണ്ടി ലഭ്യമാണ്. ഇപ്രകാരം ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃമിശല്യത്തിന്റെ പ്രശ്നമുണ്ടോ എന്ന് ആദ്യം കണ്ടെത്തുക. അങ്ങനെ ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃമിശല്യം ഉണ്ടെങ്കിൽ ആദ്യം അത് പരിഹരിക്കാനായി ശ്രദ്ധിക്കുക. കൃമിശല്യം പരിഹരിക്കാനായി വിഴാലരി പൊടിച്ച് ചൂടുവെള്ളത്തിൽ കലക്കി രാത്രി കിടക്കാൻ നേരം കഴിക്കുന്നത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നാണ്. എന്നാൽ മലബന്ധം കാരണമാണ് നിങ്ങൾക്ക് ഇപ്രകാരം ഒരു പ്രശ്നമുള്ളതെങ്കിൽ മലബന്ധത്തിനായി ത്രിപുര ചൂർണം പൊടിച്ച് ചൂടുവെള്ളത്തിൽ കലക്കി രാത്രി കിടക്കാൻ നേരം കഴിക്കുന്നത് എഫക്റ്റീവാണ്. ചന്ദനാസവും ശാരിബദ്യാസവും ഇതിനായി എടുക്കാവുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകളാണ്. ഒരു വലിയ പാത്രത്തിൽ ശുദ്ധജലം എടുത്ത ശേഷം ജെനിറ്റൽ ഏരിയ ഹിറ്റ് ബാത്ത് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് തുടക്കത്തിലെ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് മോചിതരാകാൻ സാധിക്കുന്നതാണ്. ഇതുകൂടാതെ വേറെയും മെഡിസിൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്കുള്ള കോംപ്ലിക്കേഷൻസ് അനുസരിച്ച് നിങ്ങൾക്കത് എടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും കൺസൾട്ടേഷനും ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.